ഞാനേ ഇപ്പഴാണ് കഴിച്ചിലായത്. കവറൊക്കെ കൊടുക്കണ്ട അവിടെ. കവറ് ചെറിയ വലിയ വലുതായിട്ടൊക്കെ കൊടുക്കണൊക്കെ ഉണ്ട്. ഞാനന്ന് ഇങ്ങനെ അവിടെ പോകുന്നില്ല. പക്ഷെ അവിടുന്ന് തുറന്നു നോക്കാൻ പറ്റുമല്ലോ. അപ്പൊ ബൈക്കിനെ പറ്റി തുറന്നോക്കാനൊക്കെ ഇട്ട് പോകുന്നത്. ഏതായാലും നിങ്ങളെ ഒക്കെ റെഡി അല്ലാതെ എല്ലാം സെറ്റായി ഇന്നോട്ടോ. ഞാൻ വാലേക്കും അസ്സലാം. എല്ലാം വല്ലാക്ക് എന്ത് വൈക്ക്? ഞാനേ ആ കഴിഞ്ഞ ആഴ്ച മരിച്ച ആചാരില്ലേ, ആ പുരയിലത്തെ പോയിരുന്നു ദ്വാരക്കാന്. അവിടെ ദ്വാരക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു 5-5.5 കളിയാണ് അവിടെ. എനിക്കൊരു ചാൻസ് കിട്ടാൻ 1 മണിക്കൂർ ഞാൻ കാത്തു നിന്നു മോനെ. റഷീദേ, 1 മണിക്കൂർ കാത്തു നിൽക്കാം ദ്വാരക്കാൻ വേണ്ടിട്ട്. അതിനുള്ള നേരൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നിങ്ങളിപ്പോ ആരാ വിചാരിച്ചത്? അതൊക്കെ ഞമ്മക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, അതിനെ കൊണ്ടാണത്. വെറുതെ അല്ല, നല്ല കനത്തിൽ തന്നെ അല്ലേ കിട്ടിയത്? എല്ലാം വല്ലാക്കെ ആ കളത്തിലേ മൊയ്യൻകാൻ മരിച്ചപ്പോ എല്ലാരും കവറടിച്ച് ഇങ്ങോട്ട് പോന്നിക്കുക. ഒരു 15 ദിവസത്തിന്റെ ഉള്ളിലേ ഒരു മൊല്ലാക്ക പോലും അവിടെ കയറി ഇറങ്ങണ അയൽവാസികളായ ഞങ്ങളാരും കണ്ടില്ല. അതിലേ ലക്കോട്ട് കനം വേണം. ഐറ്റകളേ പാവപ്പെട്ട ടീമാ. ഇത്ര കനത്തിലുള്ള ലക്കോട്ട് കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നും ഐറ്റേക്കില്ല. പിന്നെ റഷീദേ, എല്ലാരും കുറ്റം പറയാനൊന്നും പറ്റൂല. നമ്മളെ ഏരിയയിലേ നല്ല മൊല്ലാക്കന്മാരുണ്ട്. 5 പൈസ പോലും വാങ്ങൂല. എല്ലാ കാര്യത്തിനും ഇവിടെ ഉണ്ടാവും ചെയ്യും. ഹലോ. ഞാൻ വരുന്നുണ്ട്. എപ്പോ വരാം? ഞാൻ 1.5 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും കേട്ടോ. എന്നാ മോനെ, സമയം 5:40 കഴിഞ്ഞു മോനെ. എന്നാ ഞാൻ പോട്ടെ. ഞങ്ങൾ കുന്നാത്തി ഒരു പരിപാടി കറാടുത്തു. അതിന് പോലെ കാത്തൊക്കെ ഉണ്ട്. ഞാൻ പോട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും. റഷീദേ, ഇപ്പൊ കരാറെടുക്കണം തുടങ്ങിയെന്ന്. നല്ല ആൾക്കാരെ പറയിപ്പിക്കാനേ ഇതേമാതിരി ഓരോ ആൾക്കാരുണ്ടാവും.